നമ്മുടെ തിരുവനന്തപുരം സൂയിൽ നിന്ന് ഒരു കുരങ്ങൻ ചാടിപ്പോയില്ലായിരുന്നോ? ആ കുരങ്ങനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമസ്കാരം. ആന പിണ്ട ഇടാൻ പോകുമ്പോലെ ഉണ്ട്. ആക്ടർ കൂടിയായ മെൽ ഗിബ്സൺ ഡയറക്റ്റ് ചെയ്ത കുഴപ്പമുണ്ടാ? വയ്യാത്ത അത് ബിഗ് ബോസിൽ കാണിക്കുന്നുണ്ടപ്പോഴേ നമുക്ക് അറിയായിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന്. കാണുമ്പോൾ ഒരുമാതിരി തോന്നുന്നുണ്ട് അവന്. വയ്യടാ നിനക്ക്. ആ പെണ്ണ് ജീവനും കൊണ്ട് ഓടി. ഇതിനെയൊക്കെ എങ്ങനെ ഇതിൻ്റെ കൂടെയൊക്കെ പോകണം? ഇവന് അവിഹിതം ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ സ്വഭാവം വെച്ചിട്ട് അവൾ ഓടിയത് വളരെ നന്നായി. എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് സ്വന്തമായിട്ട് ജീവിക്കാൻ നോക്ക്. 2 മക്കളുണ്ടെങ്കിൽ ആ 2 മക്കളെയും വളർത്തി പൊന്നുപോലെ ജീവിക്കാൻ നോക്ക്. അല്ലാതെ ഇതിനെയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം. അവൻ വന്നിരുന്നു ഒരേ തള്ളണം കേൾക്കണം. അയ്യോ വലിയ പണ്ഡിതനാണ്. ഏപ്രിൽ 23 ഇന്ന് വേൾഡ് ബുക്ക് ഡേ, ലോക പുസ്തക ദിനമാണ്. ഈ ഒരു ഡേയിൽ വേൾഡ് ബുക്ക് ഡേ ആകാൻ കാരണം വില്യം ഷേക്സ്പിയർ അറിയാമല്ലോ, കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. വില്യം ഷേക്സ്പിയർ ജനിച്ച ദിവസവും മരിച്ച ദിവസവും ഒന്ന് തന്നെയാണ്, ഏപ്രിൽ 23. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ ഒരു ഡേ വേൾഡ് ബുക്ക് ഡേ ആയി ആചരിക്കുന്നത്. ഷേക്സ്പിയറെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന വേറൊരു കാര്യം, മനസ്സിലാക്കി തന്നതിന് നന്ദി. എല്ലാം അറിയാം, ബുദ്ധിമാനാ. ഇയാൾക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ. അത് ഏതൊക്കെയോ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. സൈനക്ക് ബുദ്ധിയില്ല, സൈന കൊച്ചു കുട്ടിയുടെ സ്വഭാവമാണ്. ഒരു പെണ്ണിനെ എത്രത്തോളം തരം താഴ്ത്താൻ പറ്റുമോ അത്രത്തോളം ഇവൻ തരം താഴ്ത്തി. അവൻ്റെ അടിമയായിട്ട് കിടക്കണമെന്നാണ് അവൻ പറയണത്. അവൻ ചില ഇതിൽ പറയുന്നുണ്ട്, പെണ്ണെന്ന് വെച്ചാൽ അടിമയായിട്ട് കിടക്കണമെന്ന്. വളർത്തു ദോഷം. ഇവനെ കാണുമ്പോഴേ അറിയാം ഫ്രോഡാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാം അങ്ങനെ ശരിയല്ല എന്ന് പറയണത് എത്ര ശരിയാണ്. നമ്മൾ കാണുമ്പോഴൊക്കെ അവർ നല്ല എന്ന് വെച്ചാൽ സജന നല്ല ഹാപ്പിയാണ്, അവർ ഒരുമിച്ച് എന്താണ് ഫോട്ടോഷൂട്ട് നടത്തുന്നു, വീഡിയോസ് കാണുന്നു, അതിലൊന്നും ഒരു പ്രശ്നമില്ല, ചിരിച്ച് കളിച്ച്. അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ കാണും, ഫാമിലിയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കാണും. അതെല്ലാം തരണം ചെയ്തായിരിക്കും, ഒത്തിരി ഒരു സന്തോഷത്തിനായിരിക്കും ചിലപ്പോൾ ഇതിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത്. സജിന കുറച്ച് നാൾ കൊണ്ട് മനസ്സിൽ അടക്കി വെച്ചിരുന്ന കാര്യങ്ങൾ സജിനക്ക് അത്രയ്ക്ക് സഹിക്കാൻ വയ്യാതായപ്പോൾ സജിന രംഗത്ത് വന്ന് സോഷ്യൽ മീഡിയയിലൂടെ അവൾക്കുണ്ടായ അനുഭവങ്ങൾ അവർ പറയുന്നു. വിരിഞ്ഞ് 2 പാത്രമായിട്ട് കഴിയും, വീണ്ടും ഒന്നിക്കും, അങ്ങനെയൊക്കെ ഉള്ളത്. എന്തിനാണ് അത്? മക്കൾക്ക് വേണ്ടിയിട്ട്, മക്കൾക്ക് അവരൊന്നും അറിയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ സജിന ഒരുപാട് സഹിച്ചു. ഇയാളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ സജിന കണ്ടെങ്കിലും അതെല്ലാം സഹിച്ച് ആ മക്കൾക്ക് വേണ്ടി മുന്നോട്ട് പോയി. അവസാനം അവനിൽ നിന്ന് നിവർത്തിയില്ല. അവന് വായി തോന്നണതാണ് അവൻ പറഞ്ഞുകൊണ്ട് കിടക്കണത്. സജിനായാണ് തെറ്റ്, സജിനായാണ് അവിഹിതക്കാരി എന്നുള്ളത് വരുത്തി തീർത്തു. എൻ്റെ ശരിക്കുള്ള സ്വഭാവം അറിയണമെങ്കിൽ ഈ ഒരു ബിറ്റ് നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ശരിക്കും ഞാൻ കൊടുത്തൊരു ഫ്രീഡം എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ കൊടുത്ത ഫ്രീഡമാണ് നിങ്ങൾ കണ്ടത്, കാണുന്നത് ഒരു പരിധി വരെ നിങ്ങൾ കാണുന്നത്. അപ്പൊ എന്നോടൊപ്പം ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നതും ഡാൻസ് ചെയ്യുന്നതും അദ്ദേഹം അഭിനയിക്കുന്നതും സീരിയലിൽ അഭിനയിക്കുന്നതും ഒക്കെയായ, അതായത് ഒരു സാധാരണ മനുഷ്യന് കൊടുക്കുന്ന നിന്നെ കല്യാണം കഴിച്ചെന്നും പറഞ്ഞ് നിന്റെ അടിമയായിട്ട് കിടക്കണോ? നീ ഫ്രീഡം കൊടുത്ത് എന്ന് പറയണ്. നീ ഫ്രീഡം കൊടുത്ത് നീ പറയണ ആ ചിട്ടയിൽ തന്നെ കിടക്കണോ? നീ പറഞ്ഞാലേ അവൾക്ക് അഭിനയിക്കത്തുള്ളൂ. അവൾക്ക് അങ്ങനെ തോന്നും, അവൾക്ക് അഭിനയിക്കണമെന്ന് തോന്നുമ്പോൾ അഭിനയിക്കും. സംസാരിക്കുന്നത് ബുക്കൊക്കെ വായിക്കും, ഷേക്സ്പിയറിൻ്റെ പിന്നെ വലിയ ക്ലാസിക് നോവലൊക്കെ വായിച്ചിട്ടിരുന്നിട്ട് പുഴുത്ത വായിന്ന് വരുന്ന വർത്താനമാണ് അവൻ്റെ. ഫ്രീഡം കൊടുത്തവൻ. ഫ്രീഡം കൊടുക്കാൻ എന്തോന്നടാ? പട്ടിക്ക് റോഡിൽ കൂടെ നടക്കണ പട്ടിക്ക് പോലും ഫ്രീഡം ഉണ്ടല്ലോ. അവൻ്റെ സ്വയം ഫ്രീഡം എന്ന് പറയുന്ന സാധനം നമുക്ക് ഇന്നേറ്റായിട്ട് കിട്ടുന്ന സാധനമാണ്. അത് വേറെ ആരും തന്നിട്ട് വേണ്ട നമുക്ക് അത് അനുഭവിക്കാൻ. അവൻ്റെ അടിമയായിട്ട് കിടക്കണമെന്ന്, അവൻ്റെ അടിത്തുണിയും കഴുകി അങ്ങനെ കിടക്കണമെന്നാണ് പറയണത്. അവൾ ഈ സോഷ്യൽ മീഡിയയിൽ നിൽക്കണ ഒരു പെൺകുട്ടിയാണ്. ഇനി നിന്നെ കല്യാണം കഴിച്ചത് കൊണ്ടാണ്, നീ ഫ്രീഡം കൊടുത്തുകൊണ്ടാണ് അവൾ ആ TV ഷോയിൽ വന്നതെന്നും
അതൊക്കെ പറയണ നീ അത്ര ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള അഴുക്ക വൃത്തികെട്ടവനാണെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിക്കോണം. അവിടെ ഇരുന്നും കൊണ്ട് അവ അങ്ങ് തള്ളേണ്. അവക്ക് ഞാൻ ഫ്രീഡം കൊടുത്തത് കൊണ്ടാണ് ഇതിലൊക്കെ അഭിനയിക്കാനും ബിഗ് ബോസിൽ പോയതും സീരിയലിലായാലും ഏതിലായാലും അഭിനയിക്കണതെന്ന് പറയാൻ നാണയില്ലേ നിനക്ക്? നിന്റെ അടിമപ്പണി ചെയ്ത് കിടക്കണോ? അതിനാണ് സ്ത്രീകൾ അടിമപ്പണി ചെയ്ത് കിടക്കാൻ. ആവശ്യത്തിന് വേണം. അപ്പം നിന്റെ തോന്നിയാസം അവൻ്റെ തോന്നിയാസം എന്തൊരു വേണോ അവന് ചെയ്യാം. നാണോ മാനോ ഇല്ലാത്ത പറയാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയണം, നോക്കിക്കൊള്ളണം. ഓറാങ്കുട്ടൻ സഹിക്കും. ഒരു പെണ്ണ് പരിധി വരെ സഹിക്കും, മക്കൾക്ക് വേണ്ടിയിട്ട് സഹിക്കും. അതിനപ്പുറം ഒന്നും ഒരു പെണ്ണ് ആ ജനറേഷൻ കഴിഞ്ഞ് സഹിക്കരുത്. സമൂഹം എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ കുടുംബക്കാരെന്ത് ചിന്തിക്കും, നാട്ടുകാരെൻ്റെ മക്കളെ ഗതി എന്താവും, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് സ്വയം അങ്ങ് സഹിച്ച് എല്ലാ കാര്യങ്ങളും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു പോകുന്ന ആ ഒരു ജനറേഷൻ കഴിഞ്ഞു. ഇനി ഒരിക്കലും അങ്ങനെ ഒരു അനുഭവം ഇനിയുള്ള ജനറേഷൻ, അങ്ങനെ ഒരു മന്ദബുദ്ധിത്തരം ഇനി ആർക്കും ഉണ്ടാവരുത്. ഇത് നമ്മുടെ കൂടെയുള്ളൊരു പാർട്ട്ണറിന് എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ അത് അപ്പോഴേ ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു തോട്ട് നിങ്ങളുടെ ഉള്ളിൽ പോകണം. അല്ലെങ്കിൽ അതെൻ്റെ ഭർത്താവാണ്, ഇനി ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ നന്നാവും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ സംസാരിച്ചാൽ അത് ചിലപ്പോൾ ശരിയായി ഇനി പഴയ പോലെ ആവുന്നെങ്കിലോ, സ്നേഹം ഉണ്ടെങ്കിലോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവന്മാരൊരു മൂവുണ്ട്, കരഞ്ഞ് കാല് പിടിച്ച് മെഴുകി സോറി നീ എൻ്റെ ജീവനാരുടെ കാര്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അവൻ ചെയ്ത തെണ്ടിത്തരങ്ങൾ കാണിച്ചിട്ട് അവൾ കണ്ടുപിടിച്ചപ്പോൾ അവളെ കാലിൽ വീണ് അവൻ കരഞ്ഞ് മാപ്പ് ചോദിച്ചു. എൻ്റെ പൊന്നുമോളെ, ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല, നീ എന്നോട് ക്ഷമിക്കണം, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞപ്പോൾ സജിന വീണ്ടും കുറച്ച് നാൾ വീണ്ടും മുന്നോട്ട് പോയപ്പോൾ വീണ്ടും കൂട്ടക്കണക്കിന് സ്ത്രീകളാണ് അവൻ്റെ പിറക്കി അങ്ങ് നടയപ്പോൾ അങ്ങ് പോവീണ്. അല്ലവലാതി. നമുക്കേ സജനയുടെ ആ ഒരു വീഡിയോ ഒന്ന് കാണാം. സജിനാരെ കുറച്ച് വിഷയങ്ങൾ പറയണം. അപ്പൊ ഞാൻ ചോദിക്കുക, സ്വാഭാവികമായിട്ട് ഞാൻ ചോദിക്കുക, ആര് ഈ സമയത്ത്? അത് പുള്ളിയുടെ ഏതൊരു ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരനാന്ന് പറഞ്ഞു. രാത്രി 2:30 മണിക്ക് ഇവക്ക് എന്തോ വെപ്രാളം വന്ന് വെള്ളം കുടിക്കാൻ എണീറ്റപ്പം സജിന ഹസ്ബൻഡിനെ കോൾ ചെയ്യാണ്. പാവം വിളിച്ചപ്പോൾ അവിടെ കോൾ വെയിറ്റിംഗ് എന്ന്. അപ്പോഴേ കട്ട് ചെയ്ത് തിരിച്ചു വിളിച്ചിട്ട് എന്താ മോളെ വിളിച്ചത്, അപ്പം കാര്യം ചോദിക്കുമ്പോൾ ഇവന്മാർക്ക് എല്ലാത്തിനും ഒരു എക്സ്ക്യൂസ് ഉണ്ടല്ലോ, ഓരോരോ കാരണങ്ങളുണ്ടല്ലോ. ബുദ്ധി അവർ നല്ല ബുദ്ധി ഉണ്ടെന്ന് അത് വെച്ച് മനസ്സിലാക്കണം. ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരൻ, ഗൾഫിലാകുമ്പോൾ നല്ല ടൈമിങ് വ്യത്യാസം ഉണ്ടല്ലോ, ഗൾഫിൽ നിന്നുള്ള കൂട്ടുകാരൻ. ഓക്കെ, എന്റെ മനസ്സിൽ ഒരു തരി പോലും പുള്ളിയെ സംശയമില്ല എനിക്ക്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു വെച്ചെങ്കിലും ഉള്ളിലൊരു പെടപ്പുണ്ട്. ആരായിരിക്കും, എന്തിനാ വിളിച്ചത്? ഒരു സംശയത്തിന്റെ എവിടെയെങ്കിലും ഒരു സാധനം ഇട്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു സാധനം പറയാം. എനിക്ക് ആ സമയത്ത് അങ്ങനെ പോലും ഇല്ല. പക്ഷെ എന്തുകൊണ്ടാന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര ടെൻഷൻ കയറി. അത് ആ വിളിക്കുന്നത് എൻ്റെ പഴയ ഞാൻ ടാബ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ആ ടാബിനകത്ത് ഈ സിം ഇട്ടേക്കുന്നത്. അപ്പൊ ആ ടാബ് ഓൾറെഡി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് വർക്കിന്റെ എല്ലാ സാധനങ്ങളും അതിനകത്തായിരുന്നു. ഞാൻ ഫോക്സ് വാനിൽ CRM ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുള്ള എല്ലാ ഫയലും ഞാൻ എനിക്ക് ഫോണിന്റെ കാട്ടിലും ടാബിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അറിയാം. ആ ടാബാണ് എൻ്റെ ലൈഫിൽ എൻ്റെ വർക്കിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ആ ടാബിലാണ് ഫിറോസ് ഈ കോൾ ചെയ്യുന്നത്. ഓക്കെ, രാവിലെ ആയപ്പം എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നി. ഞാൻ ചോദിച്ചു, ആരെയാ വിളിച്ചത്? അത് ഞാൻ തലേന്ന് പറഞ്ഞത് ദുബായിൽ നിന്നാണ്, അടുത്ത ദിവസം പറയുന്നത് ഖത്തറിൽ നിന്നാണ്. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കും. അതാണ് പല കള്ളങ്ങൾ പറഞ്ഞു ഉരുണ്ട് കളിക്കാൻ നോക്കി. ഇങ്ങനെ തന്നെ ഇങ്ങനെയുള്ള കോഴികളെല്ലാം ഒന്നിനെ വിശ്വസിക്കാൻ കൊള്ളൂല എന്നുള്ളതാണ് സത്യം. ഈ പണ്ടുള്ളവർ സഹിച്ച് കിടക്കും. സജിന എന്ന് പറഞ്ഞ പണ്ടത്തെ കാലം അല്ല. പണ്ടുള്ളവരങ്ങ് സഹിക്കും, മക്കൾക്ക് വേണ്ടി സഹിക്കും. ഇനി വീട്ടുകാരെന്തേര് പറയും, നാട്ടുകാരെന്തേര്, സജിനായും പറയുന്നുണ്ട് അതാണ്. ആദ്യം ഒരു കല്യാണം കഴിച്ചു അതിലൊരു കുഞ്ഞുണ്ട്, രണ്ടാമത് ഇനി വീണ്ടും അതുപോലെ ആവുമെന്ന് പേടിച്ചിട്ട് അതാണ് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചങ്ങ് പോയത്. ലണ്ടനിൽ നിന്നാണോ അങ്ങനെ എന്തോ ഒരു സംഭവം, അത് മിസ്മാച്ച് ആയിട്ട് പറഞ്ഞു. അവിടെ എനിക്ക് സംശയം തോന്നി. ഞാൻ നേരെ അവരുടെ വീട്ടിൽ പോയി ടാബ് മേടിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തോ സംശയം തോന്നുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു, നിനക്ക് സംശയം, നീ എന്താ ഇതൊക്കെ പിടിക്കുമെന്നാകുമ്പോ ഒരു ചാട്ടം ഉണ്ട് ഇവന്മാർക്ക്. കാണിക്കുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നുള്ളോ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കി. ഞാൻ ഈ ടാബും കൊണ്ട് റൂമിലോട്ട് കയറിയിട്ട് ഈ ഫുള്ള് റെക്കോർഡിങ് ഓൾറെഡി ഉള്ളതാ ഈ ഫോണിൽ. ഇതിനകത്ത് ഫുള്ള് റിക്കവറി ചെയ്ത് ഞാൻ എടുത്തു. ഈ ടാബിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അറിയാനില്ലേ, റിക്കവറി ചെയ്തെടുത്ത് ഞാൻ ആ സമയത്ത് ടൈമിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത്, റബ്ബേ ഒരിക്കലും ഇതെന്റെ തെറ്റിദ്ധാരണ ആയിരിക്കണേ, ഞാൻ കാണിക്കുന്ന പുള്ളി ഭയങ്കര പ്രശ്നം, വെളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് വേണ്ടാന്നാലും പറഞ്ഞ ബഹളം.
അപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ സംശയം അതിങ്ങനെ ഉള്ളവരങ്ങനെയാണ്. ഇതൊരിക്കലും തെറ്റ് കാണല്ലേ, ഇതിനകത്ത് ഒരു തെറ്റും കാണല്ലേ, പുള്ളി എന്നെ ഒരിക്കലും ചതിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ എന്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രം, പുള്ളിയെ ഞാൻ തെറ്റുകാരനല്ലെന്നാക്കാൻ വേണ്ടിയിട്ട്, എന്റെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യം. ഒരു പെണ്ണും കേൾക്കാൻ പറ്റാത്ത, ഒരു പെണ്ണും സത്യം പറഞ്ഞാൽ ആ വാക്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. കാല് പിടിച്ച് അവൻ കരഞ്ഞ് കാല് വീണ് മാപ്പ് പറഞ്ഞു, അയ്യോ മോളെ, മുത്തേ, ചക്കര, സ്വർണ്ണേ, നിധിയേ, ഇനി അങ്ങനെയൊന്നും സംഭവിക്കൂല നിധിയേ. കാല് പിടിച്ചപ്പോഴത്തേക്ക് ഇവള് വിചാരിച്ചു ഇനിയെങ്കിലും നന്നാവണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പാവം വീണ്ടും പഴയതിലോട്ട് പോയി. കിൻഡൽ കണക്കിനാണ്, സജിന പറയുന്നുണ്ട്, കിൻഡൽ കണക്കിന് സ്ത്രീകളാണ്. 1-2 നമുക്ക് പറഞ്ഞു വിലക്കാം. ഇതങ്ങനെയല്ല, എല്ലാത്തിൻ്റെയും കൂടെ അങ്ങ് പോവേണേ. യവന്മാർക്ക് എയ്ഡ്സും പിടിക്കൂലേ, ഇങ്ങനെയുള്ള രോഗം പിടിക്കൂലേ, ഒരു ചട്ടിയിൽ അടങ്ങി കിടക്കൂല, അവന്മാർ മതിൽ ചാടും. എങ്കിൽ നീയൊക്കെ ഏതെങ്കിലും ഒരെണ്ണത്തിന് കല്യാണം കഴിച്ച് കൊണ്ടുവന്ന് മര്യാദയ്ക്ക് ജീവിക്കും. അല്ല, ഞാൻ പറയണതേ, ഭാര്യ ശരിയാണ്, വേണ്ട, ഡിവോഴ്സ് ആയി പോയി. എങ്കിൽ നീ അപ്പുറവും ഇപ്പുറവും ഒന്നും ചാടാതെ, നാട്ടിൽ മൊത്തം ചാടാതെ നീയൊക്കെ മര്യാദയ്ക്ക് ജീവിക്ക്. മര്യാദയ്ക്ക് ഒന്നിനെ വിളിച്ചോണ്ടൊന്ന് നീയൊക്കെ ജീവിക്കുക. അത് പിന്നെ നാട്ടുകാരെ ബോധ്യപ്പെടുത്തണ്ടേ, ബന്ധുക്കാരെ ബോധ്യപ്പെടുത്തണ്ടേ. ഞാൻ കല്യാണം കഴിച്ചില്ല, എവനും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് പരിപാടി ഈസി ആയിരിക്കും എന്നായിരിക്കും ഒരു വിചാരം. ഈ ഇൻസ്റ്റാഗ്രാമിൽ ആ ബയോ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കാണണം. ഗ്രേറ്റസ്റ്റ് ഫീലിംഗ് ഇൻ ദ വേൾഡ് ഈസ് ഹങ്കർ എന്ന്. പട്ടിണിയാണ്, നോട്ട് ലവ് എന്ന്. അവന് കാമപ്രാന്തളവിൽ കിടക്കണവന് അവൻ എഴുതി വെച്ചിരിക്കുന്നതാണ് നോട്ട് ലവ്, ഹങ്കർ ആണെന്ന്. അവന്മാരെ ഒരിക്കലും നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റൂല. അവന്മാര് ജനങ്ങളെ മുന്നിലും ബാക്കിയുള്ളവരെ നാട്ടുകാരെ മുന്നിലും മാന്യന്മാരായിരിക്കും. പക്ഷേ ഒരു വശത്തൂടെ അവന്മാർ ചാടും. എന്നിട്ടാ അയ്യോ ഒരാളിനെ കാണുകയാണെങ്കിൽ അയ്യോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്തോരു ഡീസൻ്റ് ആയിരിക്കും എന്നറിയാം. നാണോ മാനോ ഇല്ലാത്ത വർഗങ്ങളെ എങ്ങനെ നീയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മറ്റുള്ളവരെ മുന്നിൽ ചെന്നിന്ന് മാന്യമായ രീതിക്ക് സംസാരിക്കാൻ തോന്നുന്നു. അവിടെ നിന്ന് ഇവിടെ നിന്നും ഒക്കെ പിടിച്ചാൽ യവന്മാരെ സ്ഥിരം ജോലി ഇത് തന്നെ. ആ ബിഗ് ബോസിൽ വരുന്ന സമയത്ത് നമുക്ക് കണ്ടാ പറയൂ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് സംഭവിച്ച് ഞരമ്പ് മുറിച്ചതിന് ശേഷമാണ് ബിഗ് ബോസിൽ വരുന്നത്. അപ്പൊ ആ സമയത്ത് സജിന വേറെ എന്തോ ഒരു കാരണമാണ് ഈ മുറിവിനെ കുറിച്ച് പറഞ്ഞത്. ശരിക്കും നടന്നത് ഇതാണ്. സജിന കറക്റ്റ് പറഞ്ഞില്ല, വേറുള്ളവർ ഒരുപാട് പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഫ്രീഡം കൊടുക്കണ കാര്യം പറഞ്ഞപ്പോ അവന്റെ യഥാർത്ഥ കൂതറ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. സൈക്കോ എങ്ങനെ ഇത്രയും നാള് സഹിച്ചെന്നുള്ളത് സമ്മതിച്ചേരണം. അവൻ ചില്ലറക്കാരനല്ല. ഒരു മോളെ പ്രായമുള്ള ഒരു കുട്ടിയെ പോലും വെറുതെ വിടൂല അവൻ. അങ്ങനെയുള്ള ഒരു കുട്ടി, അത് സജിന പറയുന്നുണ്ട്. പക്ഷെ അതൊരു മൈനർ കേസാണ്. ഒരു 17 വയസ്സ് സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു കുഞ്ഞിനെ ഒരു ഹോട്ടലിൽ കൊണ്ട് ഇവൻ കൊണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിനെ പ്രേമം എന്ന് പറഞ്ഞ് നടിച്ചിട്ട് ആ കുഞ്ഞിനെ ഭയങ്കരമായിട്ട് ആ കൊച്ചു കുറെ ഗിഫ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. പൊന്ന് സജിന, ഇതിന് കുഞ്ഞെന്നോ മോളെ പ്രായമൊന്നോ ഒന്നുമല്ല. അവർക്ക് അപ്പോഴും അപ്പം യവന് വേറെ എന്തെങ്കിലുമൊക്കെ ഇത് കാണുമല്ലോ, വേറെ വല്ല ഇതിനൊക്കെ അടിമയായിരിക്കും. മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിക്കുമ്പോൾ യവന്മാർക്ക് ഒരു ബോധവും ഇല്ല, കൊക്കണവും ഇല്ല. അപ്പോഴും യവന്മാർക്ക് സഹോദരിമാരാണ്, കുഞ്ഞു മോളാണ് എന്നൊന്നും അറിഞ്ഞൂടാ. യവന്മാർക്ക് കിട്ടിയാൽ മതി, അത് കിട്ടിയാൽ മതി. അതിന്റെ പേരോ ഡീറ്റെയിലോ ഒന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. അതൊരു മൈനറാണ്. അത് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്, എൻ്റെ പേരിൽ ഒരിക്കലും എൻ്റെ പേര് ഇതിനകത്ത് എടുത്തിടല്ലേ. എൻ്റെ പേരിനകത്ത് എനിക്ക് കല്യാണം കഴിക്കാനുള്ളതായി എനിക്ക് തെറ്റ് പറ്റിപ്പോയതാ. ഒരിക്കലും ഞാൻ ആ കുഞ്ഞിനെ എൻ്റെ മകളെ പോലെ, അല്ലെങ്കിൽ ഫിറോസിന്റെ മകളെ ഞാൻ ഒരു മകളെ പോലെ, എൻ്റെ മകളെ പോലെ ഞാൻ കാണുവാണ്. ആ കുഞ്ഞിന്റെ പ്രായമുള്ള ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യാണ്. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. അല്ല, ഇതിനെ ന്യായീകരിക്കാനായിട്ട് കുറേ എണ്ണം അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആണുങ്ങൾ തന്നെ, കുറേ എനിക്ക് തോന്നുന്നു അവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള കൂടുതൽ ആണുങ്ങൾ തന്നെയാണ്. അവിഹിതത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇറങ്ങണ കുറേ ആണുങ്ങളുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് അത് മനസ്സിലാക്കി എടുക്കാൻ കഴിയും. അവള് അവന്റെ കൂടെ അനുഭവിച്ച, ഇതിപ്പം ഒരു സ്ത്രീയാണ് ഇങ്ങനെ പിടിച്ചിരുന്നെങ്കിൽ ഇവന്മാർ വെച്ചോണ്ടിരിക്കത്തില്ല, അപ്പോഴേ കളഞ്ഞിട്ടങ്ങ് പോകും. പക്ഷെ നേരെ തിരിച്ച് ആയതുകൊണ്ട് ഈ പുരുഷന്മാർക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാനുള്ള ശേഷി ഇവന്മാർക്കില്ല. ഇതിപ്പോൾ സജിന തന്നെ പറയുന്നുണ്ട്, 1, 2 ഒന്നുമല്ല, കിൻഡൽ കണക്കിന് സ്ത്രീകളെയാണെന്ന്. അവിടെ ഒരു സ്ഥലത്ത് ഒരു സമയത്ത് പറയും അവിടെ പിടിച്ച്, പിന്നെ അവർ പറയും അവിടെ പിടിച്ച്, തെളിവ് സഹിതം സജിന കൊണ്ടുവരുന്നുണ്ട്. അവസാനം സഹി കെട്ടാണ് സജിന ഇതിൽ നിന്നും
ഒഴിവായി. സജിന ശരിക്കും സൂക്ഷിക്കണം. കാരണം ഇവൻ എനിക്ക് പക്ക ഫ്രോഡാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവനെ കാണുമ്പോഴേ അറിയാം അവന്റെ അവനാ കൊടുക്കണം അവനാ.